ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സാമ്പാറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിനോട്ട് 2 പച്ചമുളക് കീറിയത്, കറിവേപ്പില, കൊച്ചുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, പാകത്തിന് വെള്ളം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാവേ. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരണേ. നമ്മുടെ സാമ്പാർ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഡയറക്റ്റ് ചേർക്കരുത്, ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പുണ്ട്, അത് കറിക്കകത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടാക്കിയെടുത്ത വെണ്ടയ്ക്കായും നമ്മുടെ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക, മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കുക, അര സ്പൂൺ ഉലുവ പൊടിച്ചത്, കായം, വാളംപുളി സോക്ക് ചെയ്തത്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തത്, പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കുക. ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ മുമ്പേ ഉപ്പ് ചേർത്തതാണ്, അതനുസരിച്ച് വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. സ്വല്പം കൂടി വെള്ളം വേണേ, അത് ചേർക്കുക. 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തേ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരണം. വിസിൽ വന്നിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയി നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ച് ചേർക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. സാമ്പാർ റെഡിയായേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.